നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ തലസ്ഥാനത്തെത്തും. സംസ്ഥാനത്തിന് അനുവദിച്ച 3 അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫിനൊപ്പം വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. പ്രധാനമന്ത്രി PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കുന്നതിനൊപ്പം വായ്പകളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10:45 പുത്തരിക്കണ്ടം മൈതാനിയിലെ പ്രത്യേക വേദിയിലാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ. തിരുവനന്തപുരത്തെ CSIR NIIST ഹബിനും ശ്രീചിത്രയിലെ അത്യാധുനിക റേഡിയോ സർജറി സെന്ററിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. BJP പ്രവർത്തകരും നേതാക്കളും പങ്കെടുക്കുന്ന സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. പുത്തരിക്കണ്ടത്ത് 2 സ്റ്റേജുകളിലായാണ് പരിപാടികൾ നടക്കുന്നത്. ഔദ്യോഗിക പരിപാടിക്കായി ഒരു സ്റ്റേജും മറ്റൊന്ന് BJPയുടെ പൊതുപരിപാടിക്കായുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ശംഖുമുഖം എയർപോർട്ട് ഭാഗവും പുത്തരിക്കണ്ടം കിഴക്കേക്കോട്ട ഭാഗവും താൽക്കാലിക റെഡ് സോണായി പ്രഖ്യാപിച്ചു. ഈ ഭാഗങ്ങളിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിക്കുന്നതും പട്ടം, ബലൂൺ എന്നിവ പറത്തുന്നതും ലേസർ ബീം ലൈറ്റുകൾ എന്നിവ ഉപയോഗിക്കുന്നതും കർശനമായി നിരോധിച്ചു. നഗരത്തിലേക്ക് കടന്നുവരുന്ന എല്ലാ വാഹനങ്ങളും നഗരാതിർത്തിയിൽ കർശന സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാകും. പരമ്പരാഗത രാഷ്ട്രീയ ശൈലിക്ക് ബദലായി ഉയർന്നുവന്ന ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കുകയും ചെയ്ത 2020 പാർട്ടി BJP നേതൃത്വത്തിലുള്ള NDAയിൽ ചേർന്നു. 10 വർഷം ഒറ്റയ്ക്ക് പിടിച്ചുനിന്ന പാർട്ടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തിരുവനന്തപുരത്തെ പരിപാടിയിലാണ് ഔദ്യോഗിക മുന്നണി പ്രവേശനം. NDA പ്രവേശനം ജീവിതത്തിലെ നിർണായക തീരുമാനമാണെന്ന് സാബു ജേക്കബ് പ്രതികരിച്ചു. പരമ്പരാഗത രീതിയിൽ ചിന്തിക്കുന്ന കേരളത്തെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായാണ് 2020യുടെ നിലപാട്. രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിൽ തുടക്കമിട്ട 2020 ഇന്ന് കേരളത്തിലെ നിർണായക ശക്തിയാണ്. 4 പഞ്ചായത്തുകളിൽ ഭരണമുണ്ട്. 89-ലേറെ ജനപ്രതിനിധികളും 2020ക്കുണ്ട്. കൂടാതെ 2 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രതിപക്ഷ സ്ഥാനവുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ മേയർ VV രാജേഷ് ഇല്ല. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സൈനിക, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങി 22 പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. NDA BJP നേതാക്കളും പട്ടികയിലുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെ VVIPകൾ എത്തുമ്പോൾ മേയർ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ എത്തുന്നത് പതിവാണ്. സുരക്ഷാ കാരണങ്ങളാൽ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് മേയർ VV രാജേഷ് അറിയിച്ചു. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 പരിപാടികളിലും വേദിയുള്ളതിനാൽ സ്വീകരണ ചടങ്ങ് ഒഴിവാക്കിയെന്നും മേയറുടെ ഓഫീസ് വിശദീകരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 26 വാർഡുകളിൽ 24-ന് വൈകിട്ട് 6 മുതൽ 25-ന് രാത്രി 10 വരെ പൂർണ്ണമായും 31 വരെ ഭാഗികമായും കുടിവെള്ളം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. ശ്രീകാര്യം ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ പുതുതായി സ്ഥാപിച്ച പൈപ്പുകൾ നിലവിലെ ലൈനുമായി ബന്ധിപ്പിക്കുന്ന പ്രവൃത്തികളും തട്ടിനകം പേരൂർക്കട എന്നിവിടങ്ങളിൽ 900 mm PSC ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിനുമായുള്ള അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലുമാണിത്. കഴക്കൂട്ടം, ചന്തവിള, കാട്ടായിക്കോണം, ശ്രീകാര്യം, ചെറുവയ്ക്കൽ, ഉള്ളൂർ, ഇടവക്കോട്, ചെല്ലമംഗലം, ചെമ്പഴന്തി, പൗടിക്കോണം, ഞാണ്ടൂർക്കോണം, സൈനിക് സ്കൂൾ, ചെങ്കോട്ടുകോണം, കാര്യവട്ടം, പാങ്ങപ്പാറ, പള്ളിത്തുറ, ആറ്റുപ്ര, പൗണ്ടുകടവ്, ആക്കുളം, പുളത്തൂർ, നാലാഞ്ചിറ, കേശവദാസുരം, പട്ടം, ഉള്ളൂർ, പരുത്തിപ്പാറ, മുട്ടട വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് മുടങ്ങുന്നത്. മനുഷ്യരിലെ മുറിവുണക്കാൻ പന്നിയുടെ പിത്താശയ സ്ഥലം ഉപയോഗിച്ചുള്ള കോളിഡേം എന്ന ബാൻഡേജിന് സമാനമായ വസ്തു വികസിപ്പിച്ചെടുത്ത് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അലിക്കോൺ മെഡിക്കൽസ് എന്ന കമ്പനിയാണ് കോളിഡേം വിപണിയിലെത്തിച്ചത്. അതിവേഗത്തിൽ മുറിവുണക്കാനാവുന്ന മരുന്ന് തൊലിപ്പുറത്ത് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് വിപണിയിലെത്തിച്ചത്. ലോകത്തിലാദ്യമായാണ് മൃഗത്തിന്റെ പിത്താശയത്തിൽ നിന്ന് ഇത്തരമൊരു കണ്ടെത്തലെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവരുടെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം പരിശോധിക്കാൻ RTOമാർക്ക് നിർദ്ദേശം. ലൈസൻസ് ലഭിച്ചവരെ അടുത്ത ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി വീണ്ടും വാഹനമോടിച്ച് പരിശോധിക്കും. വാഹനം ഓടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ പഠിപ്പിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് സുരക്ഷാ മാസാചരണ വേദിയിലാണ് മന്ത്രി KB ഗണേഷ് കുമാർ സൂപ്പർ ചെക്കിംഗ് ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത്. മലപ്പുറത്ത് അപകടങ്ങൾ കൂടാൻ കാരണം തട്ടിക്കൂട്ട് രീതിയിൽ ലൈസൻസ് നൽകിയതാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ വർഷം ശബരിമല ശ്രീകോവിലിൽ ദ്വാരപാലക പാളികൾ ഇളക്കി സ്വർണം പൂശാൻ കൊണ്ടുപോയ ദേവസ്വത്തിലെ മരാമത്ത് വിഭാഗത്തെയും അറിയിച്ചിരുന്നില്ലെന്ന് SITക്ക് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ശ്രീകോവിലിന് മുന്നിലെ പ്രധാനപ്പെട്ട ഒരു വസ്തു ഇളക്കുമ്പോൾ മരാമത്ത് വിഭാഗത്തെ അറിയിക്കാതിരുന്നത് എന്താണെന്നതിന് അന്നത്തെ ദേവസ്വം ബോർഡ് ഉത്തരം പറയേണ്ടി വരും.
1998 മുതൽ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവൃത്തികളിൽ മരാമത്ത് വിഭാഗത്തിന്റെ പങ്കാളിത്തം കൂടി ഉണ്ടായിരുന്നു. കിളിമാനൂർ വാഹനാപകടത്തിൽ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കിളിമാനൂർ SHO D ജയൻ, SI മാരായ അരുൺ, ഷജീം എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അപകടമുണ്ടായ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച വാഹനമോടിച്ച പ്രതി വിഷ്ണുവിനെ വിട്ടയച്ചതും ഗുരുതര വീഴ്ചയാണെന്ന് കണ്ടെത്തൽ. പിറ്റേ ദിവസം വന്നാൽ മതിയെന്ന് പറഞ്ഞ് നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു. ഇതിനാലാണ് പ്രതി ഒളിവിൽ പോയതെന്നുമാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം റേഞ്ച് IG-യാണ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. എറണാകുളം ചിറ്റൂർ റോഡ് നന്ദൻകോട് വീട്ടിൽ പരേതനായ മുൻ അഡ്വക്കേറ്റ് ജനറൽ K. സുധാകരന്റെ ഭാര്യയും ഡോക്ടർ P. പൽപുവിന്റെ കൊച്ചുമകളും നടരാജഗുരുവിന്റെ അനന്തരവളുമായ ശശികുമാരി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് രവിപുരം ശ്മശാനത്തിൽ. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ഇന്നലെ രാവിലെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഡോക്ടർ പൽപുവിന്റെ മകൾ ദാക്ഷായണിയുടെ പുത്രിയാണ് ശശികുമാരി. ജന്മം കൊണ്ട് കേരളീയനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ നേറ്റിവിറ്റി കാർഡിന്റെ രൂപരേഖയായി ബിൽ നിയമസഭയുടെ ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. കേരളത്തിന് പുറത്ത് ജനിച്ച വ്യക്തികൾക്കും നിബന്ധനകൾക്ക് വിധേയമായി അപേക്ഷിക്കാം. വില്ലേജ് ഓഫീസർ സമർപ്പിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തഹസീൽദാരാണ് കാർഡ് അനുവദിക്കുന്നത്. 2 നിബന്ധനകൾ: മാതാപിതാക്കൾ 2 പേരും കേരളത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ, 2 മാതാപിതാക്കളിൽ ഒരാൾ കേരളത്തിലും മറ്റയാൾ മറ്റൊരു സംസ്ഥാനത്തും ജനിച്ചു വളർന്നതാണെങ്കിലും വിവാഹശേഷം 2 പേരും കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെങ്കിൽ. മഹാരാഷ്ട്രയിലും UP-യിലും ജനനം രേഖപ്പെടുത്തുന്ന സിവിൽ രജിസ്ട്രേഷൻ സംവിധാനത്തിൽ വൻ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് മുതിർന്ന BJP നേതാവ് കിരിത് സോമയ്യ. കേന്ദ്ര സർക്കാരിന്റെ ഈ പോർട്ടൽ 2025 നവംബർ ഡിസംബർ മാസങ്ങളിൽ ഹാക്ക് ചെയ്ത 1 ലക്ഷത്തിലധികം വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കിരിത് സോമയ്യയുടെ വെളിപ്പെടുത്തൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാർക്ക് നിയമപരിരക്ഷ ഉണ്ടാക്കാനാണ് വ്യാജമായി ജനനം രേഖപ്പെടുത്തുന്ന തട്ടിപ്പ് നടന്നതെന്നാണ് കരുതുന്നത്. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉടനീളം കണ്ടെത്തിയ ഈ ക്രമക്കേടുകൾ നുഴഞ്ഞുകയറ്റക്കാരെ നിയമവിധേയമാക്കാൻ വേണ്ടിയാണെന്നും ഇത് ഗുരുതരമായ ദേശീയ സുരക്ഷാ ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച ജാർഖണ്ഡിലെ ദിയോഘർ ജില്ലയിലെ ഒരു റെയിൽവേ ക്രോസിംഗിൽ ട്രെയിൻ ട്രക്കുമായി കൂട്ടിയിടിച്ച് വലിയൊരു ട്രെയിൻ അപകടം കഷ്ടിച്ച് ഒഴിവായി. നവദിഹ് റെയിൽവേ ക്രോസിംഗിലാണ് സംഭവം. ഗോണ്ട അസൻസോൾ എക്സ്പ്രസ് ആ ക്രോസിലൂടെ കടന്നുപോകാൻ തുടങ്ങുകയായിരുന്നു. ലെവൽ ക്രോസിംഗ് ഗേറ്റ് തുറന്നിരിക്കെ ട്രക്ക് കടന്നുപോകാൻ ശ്രമിച്ചു. പകുതി ദൂരമായപ്പോൾ ട്രെയിൻ അതിൽ ഇടിച്ചു. ട്രക്കിലിടിച്ച ട്രെയിൻ നിർത്തുന്നത് കാണിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ട്രെയിൻ ട്രക്കിനെ വലിച്ചഴിച്ച് സമീപത്തുള്ള വാഹനങ്ങളിൽ ഇടിച്ചു. കൂട്ടയിടിയിൽ 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. ബംഗളൂരു കമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് സ്റ്റാഫ് അംഗമായ 25-കാരനെ മാനുവൽ ദേഹപരിശോധന എന്ന പേരിൽ ഒരു കൊറിയൻ ബിസിനസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. കിഴക്കൻ ബംഗളൂരുവിലെ കമ്മനഹള്ളിയിൽ താമസിക്കുന്ന മുഹമ്മദ് അഫാൻ അഹമ്മദ് എന്ന ആളാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പദ്ധതി ഇന്ത്യ നിർമ്മിക്കുന്നത് ഖാബ്ദയിലാണ്. 726 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പാരീസ് നഗരത്തെക്കാൾ ഏകദേശം 7 മടങ്ങ് വലുത്. ഖാബ്ദ പുനരുപയോഗ ഊർജ്ജ പാർക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഒരേ സ്ഥലത്ത് സൗരോർജ്ജവും കാറ്റ് സംയോജിപ്പിച്ച് 30 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമ്പോൾ ചിലിയുടെയോ നെതർലാൻഡ്സിന്റെയോ വലിപ്പമുള്ള ഒരു രാജ്യത്തിന് ആവശ്യമായ വൈദ്യുതി ഈ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കും. ഇത് സൗരോർജ്ജവും കാറ്റാടി ശക്തിയും സംയോജിപ്പിക്കുന്നതിനാൽ പകൽ സൂര്യനും രാത്രിയിൽ കാറ്റും വൈദ്യുതി പ്രവഹിക്കുന്നത് നിലനിർത്താൻ സഹായിക്കുന്നു. സോളാർ പാനലുകൾ സൂര്യനിലേക്ക് ചരിഞ്ഞിരിക്കും. സൂര്യൻ അസ്തമിക്കുമ്പോൾ കാറ്റാടി യന്ത്രങ്ങൾ പ്രവർത്തിക്കും. ഇത് വൈദ്യുതി വിതരണം സുഗമമാക്കാൻ സഹായിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കുടിയേറ്റക്കാർക്കെതിരായ കടുത്ത നടപടികൾ തുടരുന്നതിനിടെ പ്രീ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ 5 വയസ്സുള്ള ഒരു ഇക്വഡോറിയൻ ആൺകുട്ടിയെ മിനസോട്ടയിൽ ICE ഏജന്റുമാർ കസ്റ്റഡിയിലെടുത്തു. 17 വയസ്സുള്ള 2 കുട്ടികളും 10 വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടെ 4 പ്രായപൂർത്തിയാകാത്തവരിൽ ലിയാം കൊനെജോ റാമോസും ഉൾപ്പെടുന്നുവെന്ന് കൊളംബിയൻ ഹൈറ്റ്സ് പബ്ലിക് സ്കൂൾ ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ട് സെന സ്റ്റെൻവിക് പറഞ്ഞു. ലിയാമിനെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ദൃശ്യങ്ങളിൽ നീലത്തൊപ്പിയും സ്പൈഡർമാൻ ബാക്ക്പാക്കും ധരിച്ച് 5 വയസ്സുകാരനെ ആയുധധാരികളായ ഫെഡറൽ ഉദ്യോഗസ്ഥർ പിടികൂടുന്നത് കാണിച്ചു. ഇക്വഡോറിയൻ ആൺകുട്ടിയും അവന്റെ പിതാവും നിയമപരമായി US-ൽ അഭയം തേടുന്നവരാണെന്ന് കുടുംബത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു അഭിഭാഷകൻ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് വ്യക്തമാക്കി. ലോക സമാധാനത്തിനായി പുതിയ അന്താരാഷ്ട്ര സംഘടന നിലവിൽ വന്നെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു.
ബോർഡ് ഓഫ് പീസ് എന്ന സംഘടനയിൽ ട്രംപ് സ്ഥിരം ബോർഡ് മേധാവിയായി തുടരും. 50ഓളം രാജ്യങ്ങൾക്കാണ് ട്രംപ് ക്ഷണമയച്ചിരിക്കുന്നത്. ചേരാതെ നിൽക്കുകയാണ് ഇന്ത്യ. നിലവിലെ ലോകക്രമത്തിന് വെല്ലുവിളിയാണെന്ന പരക്കെ വിമർശനവും ഉയരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയും ആശങ്ക പ്രകടിപ്പിക്കുന്നു. ചൈന, റഷ്യ, ഫ്രാൻസ്, UK എന്നീ UN സുരക്ഷാ സമിതി സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ ട്രംപിന്റെ നടപടിയോട് മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിൽ ഇതുവരെ ഒപ്പുവെച്ചത് ആകെ 19 രാജ്യങ്ങൾ മാത്രമാണ്. UAE, ഖത്തർ, സൗദി, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, അർജന്റീന, തുർക്കി, ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളാണ് ഇവ. അംഗത്വത്തിനായി $1 ബില്യൺ നൽകണമെന്നാണ് നിർദ്ദേശം. വ്യാഴാഴ്ച മ്യാൻമാറിൽ 3.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതായി നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു. ഇന്ത്യൻ സമയം രാത്രി 11:04 90 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.